ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായർ 13:5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആശ്വാസം തരുന്ന വാക്കുകളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുതലിനെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിനകത്ത് എന്നെ സ്പർശിച്ചതായൊരു പദപ്രയോഗം, ഒരു നാളും കൈവിടുകയില്ല എന്നല്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നല്ല, ഒരു നാളും കൈവിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ നോട്ട് ഇൻ എനി വേ ലീവ് ഓർ ഫോർസേക്ക് യു. ഒരു കാരണവശാലും ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും ഇതേ ആശയം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോശുവ 1:5. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആവർത്തന പുസ്തകം 31:6. ബലവും ധൈര്യമുള്ളവനായിരിപ്പീൻ. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിൻ്റെ മഹത്വം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്, ഉറപ്പാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്താണ് സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പ്? നമ്മുടെ ജീവിതം മരുമനാഥൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി കൈമാറിയതാണ് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉള്ളറയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അവകാശവും കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് വളരെ വ്യക്തമായി പറയാണ്, നിങ്ങളെ എൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. മറ്റുള്ളവർക്ക് നമ്മെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം ഉറപ്പുള്ള കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. പിന്നീട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെയുള്ളത് ആരാണ്? നാമാണ്. മറ്റുള്ളവർക്ക് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല, കർത്താവായ യേശു ഉപേക്ഷിക്കുകയുമില്ല. നാം എന്തു ചെയ്യണം? ഞാൻ ഒരിക്കലും നിന്റെ കൈകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമില്ല. അതൊരു പിരിയ ബന്ധമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരമാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന കരം. ഒരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കട്ടെ. ബാലകൻ 5 അപ്പവും 2 മീനും അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി അൻപിച്ചു കൊടുത്തതുപോലെ എൻ്റെ ജീവിതം അരുമനാഥൻ്റെ കരങ്ങളിൽ എത്തി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ബലമുള്ള കരങ്ങളിലേക്ക്, കാക്കുന്ന കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൈമാറിയിട്ടുണ്ടോ? കർത്താവ് തള്ളിക്കളയില്ല, ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കുകയുമില്ല. ഞാൻ ഇറങ്ങിപ്പോവുകയില്ല തീരുമാനിച്ചാൽ സുരക്ഷിതമായ കരങ്ങളിൽ നമുക്ക് അന്ത്യം വരെ നിൽക്കാം. ആ കരം നമ്മളെ സ്വർഗ വീട്ടിൽ എത്തിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു നാളും എന്നുള്ളതായ വാക്ക് നമുക്ക് ധ്യാനിക്കാം. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ ഒരു നാളും എന്നുള്ള വാക്ക് ചേർത്തുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിതാവ് എനിക്ക് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന്. ആരെയാണ്? എൻ്റെ അടുക്കൽ വരുന്നവനെ. ദൈവത്തിൻ്റെ മഹത്വം. തേജോമയനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പാപികൾ, പ്രധാനികളായിരിക്കും നമുക്ക് അടുത്ത് ചെല്ലുവാൻ ഭയമുണ്ട്, വെപ്രാളമുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുകയാണ്, ഞാൻ പാപികളെ തേടി വന്നവനാണ്, ഞാൻ പരിശുദ്ധന്മാരെ തേടി അല്ല വന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി,
എൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി. എന്നാൽ ഒരു സത്യം നിങ്ങളോട് വ്യക്തമായി പറയാം, പാപവും നീയും രണ്ടാകാതെ നിനക്കും ദൈവത്തിനും ഒന്നായി തീരുവാൻ സാധ്യമല്ല. മുടിയനായ പുത്രനായിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി അടുത്തു എന്നല്ല അപ്പൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചത്. അവന് തെറ്റ് മനസ്സിലായി മാനസാന്തരപ്പെട്ട് അനുതാപ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കലേക്ക് അടുത്തു വരികയാണ് ചെയ്തത്. വൃത്തികെട്ട വേഷമാണ്, കുളിച്ചിട്ട് നാളുകളായി, ദുർഗന്ധം അമിക്കുന്ന ശരീരവും വസ്ത്രവുമാണ്. പക്ഷേ സ്നേഹനിധിയായിരിക്കുന്ന അപ്പൻ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബനം നൽകി. കാരണം അപ്പൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ വളരെ ആഗ്രഹത്തോടെയാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അകന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വൃത്തികെട്ട പാപങ്ങൾ ചെയ്തു, ഒരു വിധത്തിൽ പറഞ്ഞാൽ മോചന യോഗ്യതയില്ലാത്ത അനേക വൃത്തികെട്ട പാപങ്ങൾ ആവർത്തിച്ച് മനസ്സറിഞ്ഞു തന്നെ ചെയ്തു. ഇനി എങ്ങനെയാണ് തേജോമയനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഈ കരിക്കട്ട ചെല്ലുന്നത് എന്ന് വെപ്രാളപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് മടങ്ങി വരവിൻ്റെ ദിവസമായി തീരണം. നിങ്ങളൊന്ന് അടുത്തു വന്നാൽ മാത്രം മതി. കാൽവറിയിലെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. മോചനം അതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശുവും നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇന്ന് ചില കൊടും പാപികൾ യേശു അപ്പൻ്റെ അടുക്കലേക്ക് മക്കളെ പോലെ അടുത്തു വന്ന് ഈ കാൽവറി തറവാട്ടിലെ അംഗങ്ങളായി തീർന്ന് അനുഗ്രഹത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം നിങ്ങളെ ഇന്ന് മാടി വിളിക്കുകയാണ്. ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവം ആവർത്തിച്ച് പറയുന്ന 6-ാം അധ്യായം എടുത്ത് യോഹന്നാൻ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ എന്താണ് ഒരു നാളും എന്ന് ചേർത്ത് പറയുന്നത്? യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. ആർക്ക്? എൻ്റെ അടുക്കൽ വരുന്നവർക്ക്. ഞാൻ ആരാണ്? ഞാൻ ജീവന്റെ അപ്പമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അവകാശവാദമാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്. മാത്രമല്ല, ഞാൻ ജീവനുള്ള വെള്ളവുമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. അത് നിങ്ങൾക്ക് ജീവപ്രദാനമായി നൽകുകയാണ്. കാൽവറിയിൽ അത് എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടു. ആ അപ്പം നുറുക്കി നമുക്ക് കാൽവറിയിൽ തന്നിരിക്കുകയാണ്. ആ തിരുരക്തം പാനീയമായി നമുക്ക് തന്നിരിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. ശമരിയ സ്ത്രീയുമായിട്ട് കർത്താവായ യേശു സംസാരിക്കുന്നു. പാപത്തിന്റെ മട്ട് ഊറ്റി കുടിച്ചു നടന്നായ ഒരു സ്ത്രീ, കർത്താവായ യേശു ക്രിസ്തു അവളെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്. അവളോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ നിനക്ക് ഒരു വെള്ളം തരാം. അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ജീവന്റെ ഉറവയാകുന്നു. അത് വേറെ ആരുമല്ലാതെ ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ച് അവിടെ ശമരിയ സ്ത്രീയോട് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി എന്താണ് പറയുന്നത്? യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. കാരണം എന്താണ്? ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി. ഹല്ലേലൂയ, ദൈവത്തിന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം രുചിക്കുന്ന, അനുഭവിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ദൈവമക്കളെ, അത് അല്പസമയം കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് വിശക്കും, വീണ്ടും നമുക്ക് ദാഹിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആകുന്ന ജീവന്റെ അപ്പം, കർത്താവായ യേശുക്രിസ്തു ആകുന്ന ജീവന്റെ ജലം, അത് നിങ്ങൾക്കൊന്ന് അനുഭവിക്കാമോ? അതൊന്ന് രുചിക്കാമോ? ഹല്ലേലൂയ, ദൈവമക്കളെ, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്നതായ ജീവന്റെ ഉറവയാണത്. അത് പൊങ്ങി വരുന്ന സന്തോഷമാണ്, സമാധാനമാണ്. അല്പമെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ വേദനയും ദുഃഖവും രോഗവും പ്രയാസവും എല്ലാം വരുമ്പോഴും ആന്തരികമായി ഒരിക്കലും മങ്ങാത്തതായ ഒരു അനുഭൂതി, ഒരു സന്തോഷം, സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനം, അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. അത് പണത്തിനോ സെക്സിനോ തരാൻ സാധിക്കുന്നതല്ല. അത് പ്രതാപത്തിന് തരാൻ സാധിക്കുന്നതല്ല. അത് സമ്പത്തിന് തരാൻ സാധിക്കുന്നതല്ല. അത് തരാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി
കാൽവറിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട് ആ ദിവ്യ ശരീരവും ദിവ്യമായിരിക്കുന്ന രക്തവും പാപമോചനത്തിനും ദൈവത്തിന് സ്തോത്രം നിത്യസന്തോഷത്തിനുമായി കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നതായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ജീവജലം പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ഒഴുകി. അത് സഖറിയ പ്രവാചകൻ മുന്നമേ കണ്ടു. അന്നാളിൽ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ദൈവമക്കളെ, പാവപ്പെട്ട അടിയൻ ഏതെല്ലാം വിഷയങ്ങൾ എവിടെയെല്ലാം എന്നെല്ലാം പറഞ്ഞാലും എനിക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രമേ വിരൽ ചൂണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി തുറക്കപ്പെട്ട നീരുറവാണ്. മനുഷ്യൻ്റെ വിശപ്പും ദാഹവും മാറ്റിത്തരുന്ന ഒരു നീരുറവാണ്. അത് കാൽവറിയിൽ പൊട്ടിപ്പുറപ്പെട്ട നീരുറവയാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ ജീവന്റെ വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഈ ജീവന്റെ അപ്പം നിങ്ങൾ ആഹരിച്ചിട്ടുണ്ടോ? അത് നിത്യജീവൻ തരുന്നതാണ്. അതാണ് വിശുദ്ധ കുർബാന. അത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കണം. അടുത്ത കാര്യം എന്താണ്? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്, ഒരു മർമ്മമാണത്. തനിനായിരിക്കുന്ന പൗലോസ്ലീഹ ആ സ്നേഹത്തിന്റെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെതായ പ്രത്യേക സൽഗുണങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പൗലോസ് എന്ത് പറയുന്നു? 1 കൊരിന്ത്യർ 13-ന്റെ 8. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. ഒരു നാളും എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. ദൈവമക്കളെ, താൽക്കാലികമായിരിക്കുന്ന സ്നേഹമല്ല. ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് തിരികെ കൊടുക്കുന്ന സ്നേഹമല്ല. പണം കൊണ്ട് നേടുന്നതായ സ്നേഹമല്ല. കാമവികാരത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടതായ സ്നേഹമല്ല. എന്നാൽ ഒരു നാൾ മുതിർന്നു പോകാത്ത സ്നേഹം നമുക്ക് കർത്താവായ യേശുക്രിസ്തു മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. അത് സാധിക്കുമോ? അത് കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ ഒരു മലയിൽ വെച്ച് നമുക്ക് ഉപദേശ രൂപേണ പറഞ്ഞു തന്നു. അത് കാൽവറിയിൽ മലയിൽ വെച്ച് പ്രകടമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. വജ്രക്കല്ലിനൊത്ത ചിത്തമുള്ള ഭടന്മാര് കർത്താവായ യേശുക്രിസ്തുവിനെ തുപ്പുകയും തല്ലുകയും അവസാനം കാരിരുമ്പാണുകൾ അടിച്ച് കുരിശിൽ തൂക്കുകയും ചെയ്തു. അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി പിതാവേ ഇവരോ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കാൽവറിയിലെ സ്നേഹം ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹത്തിന്റെ സൈന്യമായി നമ്മൾ ഓരോരുത്തരും തീരണം. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള പദപ്രയോഗം മാത്രമല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, സ്നേഹത്തിൻ്റെതായ അളവുകോൽ അതാണ്. ദൈവത്തിന് സ്തോത്രം. ആരോടും വൈരാഗ്യമില്ലാത്തതായ സ്നേഹം. വിത്ത് മാലിസ് ടുവേഴ്സ് നൺ ആൻഡ് ചാരിറ്റി ടുവേഴ്സ് ഓൾ. ദൈവത്തിന് മഹത്വം. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ ചൈതന്യമുള്ളതായ നിലനിൽക്കുന്നതായ സ്നേഹമൊന്ന് വ്യാപരിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ പിന്നെ വഴക്കുണ്ടോ? പിന്നെ വൈരാഗ്യമുണ്ടോ? പിന്നെ തമ്മിത്തല്ലുണ്ടോ? ആ സ്നേഹച്ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട കണ്ണികളായി കൂട്ടായ്മയിലെ ദൈവമക്കൾ നിൽക്കണം. ഒരു മനസ്സോടെ കുടുംബത്തിലെ ദൈവമക്കൾ നിൽക്കണം. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് കാൽവറിയിലെ സ്നേഹമാണ്. അത് നിത്യസ്നേഹമാണ്. പിതാവാൻ ദൈവം തൻ്റെ ഏകജാതരായ പുത്രനെ നൽകുവാൻ തൊക്കെ ലോകത്തെ സ്നേഹിച്ചു. പുത്രനാൻ ദൈവം ജീവൻ കാൽവറിയിൽ ഊറ്റിത്തന്ന് നമ്മളെ പാപികളെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവൻ ദൈവം സത്യവചനം തന്ന് വഴി പറഞ്ഞു തന്ന് നമ്മളെ സ്നേഹിച്ച് നടത്തുന്നു. ദൈവമക്കളെ, ആ സ്നേഹത്തിൽ നിറഞ്ഞ മക്കളായിരിക്കണം. ഞാനിത് പറയുമ്പോൾ കൊതിയോടെയാണ് പറയുന്നത്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും എന്തെങ്കിലും അകൽച്ചയോ ഇഷ്ടക്കുറവോ വൈരാഗ്യമോ സ്നേഹക്കുറവോ ഉണ്ടോ? തീരട്ടെ ദൈവമക്കളെ, അതങ്ങ് അലിഞ്ഞു പോകട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരോടും കണികയ്ക്ക് പോലും വഴക്കില്ലാതെ അകൽച്ചയില്ലാതെ ഈ ദിവസം വരെയും ഈ വചനം പറയാൻ നിൽക്കുന്നവരെയും പാവപ്പെട്ട അടിയൻ്റെ ഹൃദയത്തെ കാക്കുവാൻ ദൈവം കൃപ തന്നു. എന്തെല്ലാം തിക്തമായിരിക്കുന്ന അനുഭവങ്ങൾ ആരെന്നെല്ലാം വന്നിട്ടുണ്ടാകും. പക്ഷേ ഭംഗിവാക്ക് പറയാൻ എനിക്ക് സാധ്യമല്ലല്ലോ. സ്നേഹം മാത്രം, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വരാൻ തൊക്കെ എന്നോട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ആ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, പാതിരാത്രിക്ക് പോലും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരോടും കയ്പില്ലാത്തതായ
ഒരു സ്നേഹമുള്ള ഹൃദയം കർത്താവ് തരും. അതിൻ്റെ അനുഭവത്തോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വീണ്ടും വായിച്ച് പത്രോസ്ലീഹായുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. അടുത്ത വാക്യം. ഇങ്ങനെ ചെയ്താൽ ആ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു നാളും ഒരു ദൈവം ഇടറിപ്പോകുകയില്ല. ആർക്ക്? ആരാണ് ഇടറിപ്പോകാത്തത്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയവർ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ പേർ ചൊല്ലി വിളിച്ചു. അവനെ ലജ്ജിപ്പാൻ വകയില്ലാത്ത സാക്ഷിയായി ഈ ലോക ജീവിതത്തിൽ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുവാൻ, സാക്ഷ്യമുള്ള മകനായി മകളായി നിൽക്കുവാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ആ ഒരു ഉറപ്പും ധൈര്യവും പ്രത്യാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ ആരും ഒരു നാളും ഇടറിപ്പോകുകയില്ല. ആ ഒരു വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയും, അന്ധകാരത്തിൽ നിന്നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, ദിവ്യജനമാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടന്നവരല്ലേ? പാപത്തിന് മട്ടു ഊറ്റിക്കുടിച്ചു നടന്നതല്ലേ? അന്ധകാര പ്രഭുവിന്റെ അടിമത്തത്തിൽ ഊഴിവേല ചെയ്തു നടന്നവരല്ലേ? ദൈവത്തിന് മഹത്വം. സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആണിപ്പെടുത്തുള്ള കാലുകൾ നമ്മെ തേടി വന്ന് അന്ധകാരത്തിൽ നിന്ന് പിടിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയില്ലേ? ആ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതിന് പ്രകടമായ ലക്ഷണമാണ് കാൽവറിയിലെ ദിവ്യ സ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഈ സത്യ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, പേർച്ചലിൽ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാൻ കർത്താവ് കണ്ടുപിടിച്ച് വേർതിരിച്ചവരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ഒരു സമർപ്പണം നിങ്ങൾക്കുണ്ടോ? ഇനി ഇരുട്ടിലേക്ക് പോകരുത്. ഇരുട്ട് അന്ധകാര ശക്തി പാപത്തിൻ്റെതായ വഴികളാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുത പ്രകാശത്തിൽ നിങ്ങൾ ജ്വലിച്ച് നടക്കണം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായ വിശുദ്ധ മക്കളായി നിങ്ങൾ ശോഭിക്കണം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഇരുട്ടിൻ്റെ അന്ധകാര പ്രവൃത്തികളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു നാളും ഇടറിപ്പോകാതെ നിൽക്കാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ കാക്കും. അടുത്ത വാക്യം വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 28-29 വാക്യങ്ങൾ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. മനുഷ്യരോട് പാപങ്ങൾ ക്ഷമിക്കും. അതിനാണ് ക്ഷമിക്കുന്നവനായി ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ദീർഘക്ഷമയുള്ള ദൈവം. എന്നാൽ വായിച്ചേ, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ. എന്റെ ദൈവമേ, ഒരു നാളും, ആരായി പറയുന്നത്? ഒരു നാളും ക്ഷമ കിട്ടാതെ. അടുത്ത വാക്യം, നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. എല്ലാവരും ഒന്ന് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. കാൽവറിയിലെ വേദനയുടെ പാരമ്യത്തിൽ പിടയുന്ന കർത്താവായ യേശുക്രിസ്തു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച, ക്ഷമ മാത്രം പഠിപ്പിച്ച് കാണിച്ച കർത്താവായ യേശുക്രിസ്തു അതേ നാവിൽ നിന്ന് ഉതിർന്നു വന്ന ശബ്ദം എന്താണ്? ഒരു കൂട്ടർക്ക് ക്ഷമ കിട്ടുകയില്ല, അവരെന്നേക്കും നശിച്ചു പോകും. ആരാണ്? പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയുന്നവർ, പരിശുദ്ധാത്മാവിനെ ദൂഷിക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നവർ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെ സംശയത്തോടെ നോക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെ തടുക്കുന്നവർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക കൊടുംപാവികളുടെ മാനസാന്തരത്തിന് മുഖാന്തരമായി ഈ കൂട്ടായ്മയിൽ വചനം തരുന്ന ദൈവമക്കളെയും ഇത്രത്തോളം കാത്തു പരിപാലിച്ച് നിർത്തി. അംഗീകാരമുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ആ ദൈവമക്കളുടെ നേരെ, വചനം തരുന്ന ദൈവമക്കളുടെ നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നിട്ടുണ്ടോ? ഇവിടെ തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടല് നിർത്തി അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ കൂട്ടായ്മ ഇങ്ങനെയാണ്, എല്ലാം വിമർശിക്കാം. പക്ഷേ സ്നേഹനിധിയും ക്ഷമയുടെ പാരമ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഏറ്റവും കൂടുതൽ ക്ഷമ പഠിപ്പിച്ചതിനുമായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, നശിച്ചു പോകും, ഒരു നാളും ക്ഷമ കിട്ടുകയില്ല. എന്ത് കർശനമാണത്! ഒന്ന് ഭയപ്പെടണം കേട്ടോ ദൈവമക്കൾ. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെയും
പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും പരിശുദ്ധാത്മാവ് തരുന്ന വചനത്തെയും അവിശ്വസിക്കുകയും തടുക്കുകയും ചെയ്യരുത്. എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത്, ആ കൂട്ടായ്മയ്ക്കൊന്നും പോകണ്ട കേട്ടോ, നമുക്ക് പള്ളിയില്ലേ, നമുക്ക് പെരുന്നാളുകളില്ലേ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പാപിയുടെ മാനസാന്തരം, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം, കുറ്റബോധം തരുന്ന ആത്മാവ്, വീണ്ടെടുക്കാൻ കരം നീട്ടുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അതിൻ്റെ എതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെങ്കിൽ വലിയ ദുരാത്മ വ്യാപാരം നിങ്ങളിലുണ്ട്. അനന്യാസും സഫീറയും പത്രോസിന്റെ അടുക്കൽ ചെന്നു. നിലം വിറ്റ് പണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ പങ്ക് മാറ്റിവെച്ചു, ബാക്കി കൊണ്ടുവന്ന് പത്രോസിയുടെ കാൽക്കൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി പത്രോസ്ലീഹ വ്യക്തമായി ചോദിച്ചു, നീ ഇത്രയ്ക്കോ നിലം വിറ്റത്? അതേ എന്ന് പറഞ്ഞു. ഭാര്യയുമെന്ന് ചോദിച്ചു, അതേ എന്ന് പറഞ്ഞു. വീണ് മരിച്ചു. ദൈവമക്കളെ, പുതിയ നിയമത്തിലെ കാര്യം നിങ്ങൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യത്തോട് നിങ്ങൾ വ്യക്തമായി പറയുകയാണ്, എന്നെയും എനിക്കുള്ള സകലത്തെയും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ചവർ മാത്രമെന്ന് കരമുയർത്തുവാൻ പറഞ്ഞപ്പോൾ കരമുയർത്തിയതായ വ്യക്തികളാണ് ഈ കേൾക്കുന്നത്. പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൈമാറി ദൈവമക്കൾ കരമുയർത്താൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കരമുയർത്തിയിട്ടില്ലേ? ആ സമർപ്പണം ഭാഗികമാണോ? അനന്യാസും സബീറയുടെയും സമർപ്പണം ഭാഗികമായിരുന്നു, പക്ഷെ മുഴുവനാണ് എന്ന് അവർ പറഞ്ഞു. തമാശനൊന്നും കൈമൊക്കരുത്. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുന്ന ഭംഗിവാക്ക് പറയരുത്. ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ പരിപൂർണമായി 100% ജീവിതം കൈമാറിയില്ലെങ്കിൽ എൻ്റെ സമർപ്പണം അപൂർണമാണല്ലോ കർത്താവേ, പൂർണ്ണമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്നേഹമാണ്, ദീർഘക്ഷമയാണ്, അതേസമയത്ത് ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. 2 വാക്യങ്ങൾ കൂടി വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യവും 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. വളരെ വ്യക്തമാണ്. ചില വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഇതുവരെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അത് വചനമാണ് പറഞ്ഞത്. എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. നിങ്ങൾ എന്തിനാണ് തിരക്ക് പിടിച്ച ജീവിതത്തിന് മധ്യത്തിൽ നീ കൂട്ടായ്മയിൽ കടന്ന് നീ വചനം കേൾക്കുന്നത്? പണിയൊന്നുമില്ലാത്തവരല്ലല്ലോ. എന്തുമാത്രം പണം മുടക്കി, എന്തുമാത്രം ദൂരെ നാളുകൾ വന്നിരിക്കുന്നു, എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി ചോദിക്കട്ടെ, ഈ വചനം പ്രമാണിക്കാൻ നിങ്ങൾക്ക് മനസ്സാണ്? മരണം കാണാതെ നിത്യസ്വർഗത്തിൽ നിത്യത കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മക്കൾ ശ്രദ്ധിക്കുക. വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. യോഹന്നാൻ വീണ്ടും പറയുന്നുണ്ട്, മാർത്തയുടെയും മറിയുടെയും കാര്യമായി ബന്ധപ്പെട്ട് ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് രംഗം. യോഹന്നാൻ 15:25-26 വായിച്ചേ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വായിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു നാളും മരിക്കുകയില്ല, ഒരു നാളും മരണം കാണുകയില്ല. ആരൊക്കെ? 1, വചനം പ്രമാണിക്കുന്നവൻ. 2, വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കൊരാഗ്രഹമില്ലേ സ്വർഗ വീട്ടിൽ നിത്യത കഴിക്കണമെന്ന്? നാശമില്ലാത്ത രാജ്യത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ കണ്ടുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നിത്യത കഴിക്കണമെന്ന്? ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വചനം പ്രമാണിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലും യേശുക്രിസ്തു ക്രൂശിലൊരുക്കിയ രക്ഷയിലും വിശ്വസിക്കണം. കേൾക്കുന്നുണ്ട് ധാരാളം. നമ്മളുടെ കൂട്ടായ്മയിലെ ദൈവമക്കളെ പോലെ ഇത്രമാത്രം സത്യവചനം കേട്ട ദൈവമക്കൾ ആരുണ്ട്? പക്ഷെ യാക്കോബ് ശ്ലീഹ വേദനയോടെ പറയും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട്, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണം. ഇത് സത്യവചനമാണ്. ഇത് ജീവന്റെ വിത്താണ്. അലംഭാവത്തോടെ കേൾക്കേണ്ടതല്ല.
കേട്ടുവിട്ട് ശിക്ഷാവിധിക്കായി നിങ്ങൾ വരികയും കേൾക്കുകയും ചെയ്യരുത്. കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ ചതിക്കാതെ. വചനകേൾവി പലപ്പോഴും നിങ്ങൾക്ക് ചതിക്ക് മുഖാന്തരമാകും. അലംഭാവത്തോടെയാണ് കേൾക്കുന്നത്. പിതാവേ അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടോ? അനുസരിക്കുക ദൈവമക്കളെ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വചനം നിങ്ങൾ കേൾക്ക മാത്രമല്ല, പ്രമാണിച്ചാൽ ഒരു നാളും മരണം കാണുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഒരു നാളും മരിക്കുകയില്ല. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പാപിയാണ്. എന്താണ് ഏറ്റുപറയേണ്ടത്? കർത്താവേ, ഇനി ഞാൻ പാപത്തിലേക്കില്ല. പിന്നെ എന്താണ് വിശ്വസിക്കേണ്ടത്? പാപപരിഹാരം കർത്താവായ യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി നിവർത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, വിശ്വാസത്തോടെ ക്രൂശിലേക്ക് നോക്കാം. ആ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോര, അതിന് ഏത് പാപവും പൊക്കി ശുദ്ധീകരിപ്പാൻ കഴിവുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ നിറഞ്ഞ പൊന്നു കർത്താവേ, ഈ സ്വർഗീയ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നീ വാക്ക് തന്നല്ലോ, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരു നാൾ നിന്നെ വിട്ടു പോകുകയില്ല. സ്വർഗ വീട്ടിലെത്തുന്നതുവരെയും അരുമനാഥൻ്റെ കാവലും കരുതലും നടത്തിപ്പും തന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.